ഇന്നിപ്പോൾ ഇവിടെ ഫ്രൈഡേ ഉച്ചയ്ക്ക് ഇപ്പോൾ ഒരു 12:30 ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. അടുക്കള കുറച്ച് മെസ്സി ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയും കഴുകാൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. ഇന്നവിടെ പുറത്ത് നല്ല മഴ കേട്ടോ. അതുകൊണ്ട് തന്നെ ഒട്ടും ഇങ്ങനെ സൺലൈറ്റ് ഇല്ലാണ്ട് ഭയങ്കര ക്ലൗഡി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുക്കിംഗ് ഷോ ഒക്കെ കഴിഞ്ഞു. ഇനി പാത്രങ്ങൾ കുറേ കഴുകാൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട്. പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. ഇനിയും കഴുകാനുണ്ട്. എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് കൊണ്ടൊന്നും വെക്കണില്ല. കുറേശ്ശെ കഴുകി മാറ്റണം. ഇവിടെ സാധാരണ എപ്പോഴും ഇവിടെ നല്ല തണുപ്പാണല്ലോ. അപ്പോൾ സാധാരണ ടാപ്പിൽ വരുന്ന വെള്ളമൊക്കെ നല്ല ഐസും വെള്ളമായിരിക്കും. അപ്പോൾ സാധാരണ എല്ലാവരുടെ വീടുകളിൽ എല്ലാ പൈപ്പുകളിലും ചൂടുവെള്ളം വരും, പച്ചവെള്ളം വരും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് തണുത്ത വെള്ളത്തിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അതൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് വെച്ചിട്ടാണ് ചൂടാക്കുക. അപ്പോൾ അത് വലിയൊരു ടാങ്ക് ഉണ്ട്. അതിങ്ങനെ ഒരുപാട് വെള്ളം കൊള്ളും. എപ്പോഴും വെള്ളം ഉണ്ടാകും. നമ്മൾ എന്തോരം വെള്ളം എടുത്താലും വെള്ളം തീരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ ആയിരുന്നാലും നമുക്ക് ചൂടുവെള്ളമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകാൻ വേണ്ടിയിട്ട് ആരും സുഖമായിരിക്കില്ല. ഞാനാണ് സാധാരണ പാത്രങ്ങൾ കഴിയുമ്പോൾ എപ്പോഴും ഇങ്ങനെ പാത്രം കഴുകുന്ന ഡിറ്റർജൻറ്റ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല. കാരണം ചെറിയ ചൂടുവെള്ളത്തിലാണ് കഴുകിയിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ അഴുക്കും പോകും. പിന്നെ ഞാൻ എണ്ണ അങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഡിറ്റർജൻറ്റ് ഇടുകയുള്ളൂ. അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിനായിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടും. പിന്നെ എപ്പോഴും അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ എപ്പോഴും കഴുകാനുണ്ടാവും. അപ്പോൾ ഏത് നേരം നമ്മൾ ഡിറ്റർജൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ തന്നെ ഭയങ്കര റഫായിട്ട് വരുമല്ലോ. ഇതിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പോൾ ഒരു 3-ാമത്തെ 4-ാമത്തെ പ്രാവശ്യം കണ്ടിട്ട് ഞാനിപ്പോൾ പാത്രങ്ങൾ കഴുകുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ വരുന്ന പാത്രങ്ങൾ എപ്പോഴും ഇങ്ങനെ കഴുകി വയ്ക്കും. ഞാനിങ്ങനെ ഒരു സമയത്ത് അങ്ങനെ പാത്രങ്ങൾ അങ്ങനെ ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ടില്ല. ഇതിപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് പാത്രങ്ങൾ കൂടുതലുണ്ടായില്ല. അല്ലെങ്കിൽ ഞാൻ അപ്പാപ്പ അങ്ങോട്ട് കഴുകി വയ്ക്കും പാത്രങ്ങളൊക്കെ. അടുക്കളയിൽ ഏറ്റവും കൂടുതൽ പണിയുള്ളത് പാത്രങ്ങൾ കഴുകില്ല. ഏത് നേരം കഴുകായിരിക്കും. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പറയണ്ട. എല്ലാവരും കൂടി വന്നിട്ടുണ്ടെങ്കിൽ എത്ര കഴിയാലും എവിടെ നിന്നെങ്കിലൊക്കെ ഓരോ പാത്രങ്ങൾ ഓടി വരും. അതെനിക്ക് തോന്നുന്നു എല്ലാവരുടെയും വീടുകളിൽ ഒരു സമയത്തും തീരാത്ത ഒരു പണി മാത്രമേ ഉള്ളൂ, പാത്രങ്ങൾ കഴുകൽ. എൻ്റെ പാത്രം കഴുകൽ കഴിഞ്ഞു. കറിവേപ്പില കേട്ടോ, അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് ലസ് ചേച്ചി അയച്ചു തന്നത്. ആ കറിവേപ്പില ഇത് കുപ്പിയിലാക്കി വെച്ചത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. പക്ഷേ ഒട്ടും വാടാണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങനെ അധികം ചൂടൊന്നുമില്ലല്ലോ. പിന്നെ ഈ കറിവേപ്പില ആയിരുന്നാലും ഒട്ടും നനവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതൊരു ചെറിയൊരു ഉരുളി കേട്ടോ. ഇത് നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടാവും. എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ എപ്പോഴും എടുക്കാറുള്ളതാണ്. ഇതിനധികം വലിപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴുകാനൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഈസിയാണ്. ഇതിനകത്ത് ഞാൻ മീനൊക്കെ വറുക്കുന്നത് ഇതിനകത്ത് മിക്കപ്പോഴും വറുക്കാം. എല്ലാ കറികളും വയ്ക്കും. പക്ഷെ വലിയ ഉരുളിയൊക്കെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇരിക്കാനുണ്ട്. പക്ഷേ അത് നമ്മളങ്ങനെ അധികം ഒന്നും എടുക്കുന്നില്ലല്ലോ. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഓണത്തിന് പായസമൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കും. അല്ലാണ്ട് അങ്ങനെ അധികം എടുക്കലൊന്നുമില്ല. പക്ഷേ ഇത് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഇത് വേറെ ഒരു കാസ്റ്റ് ചെയ്യേണ്ട ഒരു പാനാട്ടാ. ഇതും നിങ്ങൾ എപ്പോഴും കാണുന്നതായിരിക്കും. അതിനകത്ത് ഇപ്പോൾ കറിയിരിക്കുക. ഇന്നലെ രാത്രിയിൽ ഞങ്ങളുടെ പയർ ഒലത്തിയതായിരുന്നു. ഇത് ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ സമ്മറിലുണ്ടായ പയറായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ പയറാണ്. പക്ഷേ ഇപ്പോഴും നല്ല ഫ്രഷ് തന്നെയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പയർ. അപ്പോൾ അത് ഒലത്തിയതാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭരണി കേട്ടോ. ഈ ഭരണിയുടെ ഉള്ളിലൊരു സാധനം ഇരിക്കുന്നുണ്ട്. അത് നിങ്ങളെ കാണിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലർക്കും കൊതി വരും. ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ അടപ്പ് പോലെ ഇങ്ങനെ തിരിപ്പിച്ച് ഉരുന്താട്ടെ. എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ആയിരുന്നാലും മറ്റേ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തുറക്കണേൽ നമ്മൾ തൈരൊക്കെ ഉറവൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ പ്രാണികളൊന്നും വരില്ല. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും അങ്ങനത്തേൽ തൈര് ഉറവൊഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചും പ്രാണികൾ വരും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ തുറക്കണതായിരിക്കും ഭരണികൾ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കും സാധനം നോക്കാം. ഇതിനകത്ത് ഇരിക്കുന്നത് മാങ്ങ കേട്ടോ. ഇതിപ്പോൾ മാങ്ങച്ചാറാക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയ മാങ്ങച്ചാറൊന്നും ആക്കിയില്ല. കാരണം ഇത് പ്രാവശ്യം ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ മാങ്ങ ഉപ്പിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ കുറച്ച് കടുകും പിന്നെ കുറച്ച് കായും ഒക്കെ കൂടിയിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടേക്കുന്നത്. ഞാൻ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതും ഒഴിച്ചു. കാരണം അത്യാവശ്യം നല്ല ഉപ്പായിരുന്നു. അത് 1 മാസം ആവാറായിട്ടുണ്ട്. കേടുവരാണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നല്ല ടേസ്റ്റ് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നേരം കഴിയുമ്പോഴേക്കും മക്കൾ സ്കൂളിലോട്ട് വരും. അപ്പോൾ അവർക്കുള്ള ഭക്ഷണമൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ എനിക്കിന്ന് വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നത് ബേസിക് മസാല തക്കാളി മസാലയുടെ ഒരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ മസാല വെച്ചിട്ട് ഒരു തക്കാളിയും കൂടിയിട്ട് അതിനകത്ത് കൊത്തി പൊരിച്ചിട്ടിട്ട് അതിനകത്ത് ചോറിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തക്കാളി ചോറ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ അതാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. കാരണം ഇതിലേക്ക് മുട്ട ഒന്ന് പൊരിച്ചിട്ട് എടുക്കണം. അപ്പോൾ പിന്നെ ആ കറിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ആ മുട്ട ഒന്ന് കൊത്തി പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ ഇന്നിവിടെ ഫ്രൈഡേ ആണല്ലോ. അപ്പോൾ ഇവിടെ സാറ്റർഡേയും സൺഡേയാണ് അവധി. അപ്പോൾ ഫ്രൈഡേ സാധാരണ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ പുറത്തേക്ക് പോകും. അപ്പോൾ ഇന്ന് പണികളൊക്കെ നേരത്തെ കഴിച്ച് വെക്കണം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഒരു 3 മുട്ട ചേർക്കുന്നുണ്ട്. ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. എനിക്ക് തോന്നുന്നു സാധാരണ എല്ലാ കുട്ടികൾക്കും ചോറും കറിയും സെപ്പറേറ്റ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടമുണ്ടാവും അവർക്ക്. ഇതേപോലെ ഇങ്ങനെ ചോറ് മിക്സ് ചെയ്ത് കറിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും അവർക്ക് കുറച്ചും കൂടി ഇഷ്ടമുണ്ടാവുക. കാരണം എൻ്റെ മക്കൾക്ക് അങ്ങനെയാണ്. കറി സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഇതേപോലെയുള്ള എന്തെങ്കിലും ടൈപ്പ് ചോറുകളാണ് എപ്പോഴും ഉണ്ടാക്കുക. ചോറ് തന്നെയല്ല, എന്ത് സാധനമായിരുന്നാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുക. ഇപ്പോൾ മുട്ട വെന്തിട്ടുണ്ട്. മുട്ടയൊക്കെ പെട്ടെന്ന് വേവും. കുറേ നേരം ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാനിവിടെ തക്കാളിയുടെ മസാല റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർക്കാണ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇപ്പോൾ മുട്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചോറും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ ചോറ് ഇതിപ്പോൾ ഇന്നലത്തെ ചോറാട്ടോ. ഇവിടെ പിന്നെ തണുപ്പായതുകൊണ്ട് ചോറ് ഇപ്പോൾ പുറത്ത് വെച്ചിരുന്നാലും ചോറ് കേടുവരില്ല. ഇനി ചോറിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. സാധാരണ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയമാകുമ്പോൾ ഞാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കുക. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഉച്ചനേരത്ത് സാധാരണ അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല. ആ സമയത്ത് എന്താണ് കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്തെങ്കിലും റെഡിയാക്കിയിട്ട് എടുക്കും. ഇപ്പോൾ ഈ ചോറിന് ചൂടില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇനി ഇതിവിടെ ഞാൻ തീ നന്നായിട്ട് കുറച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കും. അപ്പോൾ അവർ വരുമ്പോഴേക്കും നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ വെള്ളിയാഴ്ച വൈകിട്ട് സമയം 5:30 ആയിട്ടുള്ളൂ കേട്ടോ. 5:30 ആയിട്ടുള്ളൂവെങ്കിലും നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. Like last week for Jack. So now we're talking about number 7 we have on yes in area of like 100 area but he like yeah of he sounds oh count it of like 10s and 20s. ഏത് ടീച്ചർ? ഓ മലയാളം ക്ലാസ്സിന് പോയിപ്പോ. ഓക്കെ. So like for 10 20 30 for so now for 10 20 30 30 40 40 50 60 70 80 90. ശ്രീദേവി വേണ്ട ക്യാൻകൂണ് ടിക്കറ്റ് കൺവേർട്ട് ചെയ്യും പറഞ്ഞു. ഈ റോഡുകൾ അപ്പ് ആൻഡ് ഡൗൺ റോഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലം ഡിക്സ് ഹിൽസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കുറേ പൊന്തിയും കുറേ താണൊക്കെ ഇങ്ങനെ പോകും. പക്ഷേ റോഡുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. ഇവിടെ പുറത്ത് നല്ല തണുപ്പും നല്ല കാറ്റാട്ട്.
ഇതൊക്കെ ബ്രായാട്ടാ. ഇതിൻ്റെ അടിയിൽ അങ്ങനെ ഒരു കമ്പി പോലെ ഉണ്ട്. ഇതിങ്ങനെ നല്ല സപ്പോർട്ടിങ് കിട്ടും. കമ്പിയല്ല, ഒരു വയറ് പോലത്തെ ഒരു ഇതാണ് അതിൻ്റെ അടിയിൽ വെച്ചേക്കുന്നത്. ഇതിങ്ങനെ ഫ്ലെക്സിബിളായിട്ടിരിക്കും. ഇത് മിഷ്യത്തിലേക്ക് ഇട്ട് കഴിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ പല കളറുകളുണ്ട്. കണ്ട, നല്ല ഫ്ലെക്സിബിളായിട്ടാണ് ഇരിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടിയിരിക്കും, പക്ഷേ നാട്ടിൽ നിന്ന് ഞാൻ വാങ്ങാത്തതുകൊണ്ട് എനിക്ക് തന്നെ നാട്ടിൽ എന്തൊക്കെയാണ് കിട്ടാമെന്നുള്ളത് തന്നെ കറക്റ്റായിട്ട് അങ്ങനെ അറിയില്ല. ഇത് അതിൻ്റെ വേറെ കളറാണ്. ഇതിന് അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിന് ഒരു $40 ഉണ്ട്. പക്ഷേ സെയിലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി വിലയൊക്കെ കുറച്ചിട്ട് കിട്ടും. ഇത് പാത്രങ്ങളുടെ കാൽഫ്ലോൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാട്ടത്. ഇത് നല്ല ബ്രാൻഡാണ്. ഇപ്പോൾ ഉള്ള പാത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ബ്രാൻഡ് ഈ ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഇവരിപ്പോൾ ഇവിടെ ഒരു സെറ്റായിട്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു സെറ്റിൽ 13 പീസാണ് അവർ പറയുന്നത്. 13 പീസിന് $500 പറയുന്നത്. അത് ഇപ്പോൾ 13 പീസ് എന്ന് പറയുമ്പോൾ ഈ പാത്രങ്ങൾക്ക്, ചില പാത്രങ്ങൾക്ക് മൂടിയുണ്ട്. ആ മൂടിയും കൂട്ടിയിട്ട് അവർ എണ്ണത്തിൽ കൂട്ടും കേട്ടോ. പിന്നെ കാൽഫ്ലോണിൻ്റെ പാത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റീലായിരിക്കും. പിന്നെ സ്റ്റീലിന് നല്ല കനം കുറവായിരിക്കും. ഇത് ആ സെറ്റിൽ തന്നെ ഉള്ളതാട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ ഗ്ലാസിൻ്റെ മൂടിയാണ്. അപ്പോൾ ഇതും ഒരു പീസായിട്ട് അവർ എടുക്കും. ഈ പാത്രം എൻ്റെ അടുത്തുണ്ട്. ഇത് കുറച്ച് കുഴിയുള്ളതാണത്. കുറച്ച് നല്ല ഒതുക്കമുള്ളൊരു പാത്രം. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ സെറ്റായിട്ടല്ല കേട്ടോ വാങ്ങിച്ചത്, ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ സെറ്റായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വില കുറച്ച് കിട്ടും. പക്ഷേ സെറ്റായിട്ട് വാങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാ പീസുകളും ചിലപ്പോൾ നമുക്ക് അത്രയ്ക്കാണ്ട് ആവശ്യം ഉണ്ടാവില്ലല്ലോ. ഇത് ആ സെയിം ബ്രാൻഡിൻ്റെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെയാണ്. ഇതിപ്പോൾ 12 പീസിന് $300 അവർ പറയുന്നത്, $299. അപ്പോൾ സ്റ്റീലിന് തന്നെയാണ് വില കൂടുതൽ. പിന്നെ സ്റ്റീലിൻ്റെയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് ഉപയോഗിക്കാമല്ലോ. നോൺ സ്റ്റിക്കൊക്കെയും നമ്മൾ വാങ്ങിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും കേടുവരും. എനിക്ക് തോന്നുന്നു നോൺ സ്റ്റിക്കൊന്നും ഇപ്പോൾ ആരും അങ്ങനെ അധികം ഉപയോഗിക്കണില്ല. ഒരിടയ്ക്കൊക്കെ ആയിരുന്നു നോൺ സ്റ്റിക്ക് ഭയങ്കര ഫാഷനായിട്ടിരുന്നത്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് നല്ലതല്ല എന്ന് ആൾക്കാർക്ക് അങ്ങനെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ അധികം ഉപയോഗിക്കണില്ല. ഇതും ഇങ്ങനെ ഒരു സെറ്റ് തന്നെയായിട്ടാണ് അവർ വെച്ചേക്കുന്നത്. ഇത് വേറൊരു ബ്രാൻഡാട്ടാ, കുസിനാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡാണത്. ഇത് കാൽഫ്ലോൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ബ്രാൻഡ്, നല്ല ബ്രാൻഡ് ഈ ബ്രാൻഡാണ്. ഇതിന് 11 പീസിന് $300. ഈ കുസിനാട്ടിൻ്റെ പാത്രങ്ങൾക്ക് ഭയങ്കര കട്ടിയായിരിക്കും. സാധാരണ നമ്മൾ നല്ല കട്ടിയുള്ള സ്റ്റീലാണ് നല്ലതെന്നാണല്ലോ പറയുക. കട്ടിയുള്ള സ്റ്റീൽ തന്നെയാണ് നല്ലത്. പക്ഷേ കാൽഫ്ലോണിൻ്റെ പാത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റീലിന് ഭയങ്കര കനം കുറവായിരിക്കും. പക്ഷേ അതിങ്ങനെ അടിയിലൊന്നും പിടിക്കൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അതാണ് സ്റ്റീലുകളിൽ ഏറ്റവും നല്ല സ്റ്റീലാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ കുസിനാട്ടിൻ്റെന് കട്ടി കൂടുതലുണ്ടെങ്കിലും നല്ല സ്റ്റീലാണ്, ഉപയോഗിക്കാനൊക്കെ നല്ലതാണ്. ഞാൻ പണ്ട് വാങ്ങിച്ചിരുന്ന പാത്രങ്ങൾ ഈ കുസിനാട്ടിൻ്റെ പാത്രങ്ങളായിരുന്നു. എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് ഇപ്പോഴും ഇതിൻ്റെ പാത്രങ്ങൾ. ഇതും നല്ല ബ്രാൻഡാണ്. ഇതിപ്പോൾ ആ ഒരു സെറ്റിലുള്ളതാണ് കേട്ടോ അത്. പക്ഷേ സെറ്റൊക്കെ ആയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് എല്ലാവരും ഉപകാരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മിക്കവരും ഇങ്ങനെ സെപ്പറേറ്റ് ഒക്കെ ആയിട്ടായിരിക്കും മിക്കവരും വാങ്ങുക.